വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു പഴയ റേഡിയോ എടുത്തിട്ട് ഞാൻ അടിപൊളി ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആക്കി എടുത്തിട്ടുണ്ട്. വെറും ബ്ലൂടൂത്ത് സ്പീക്കർ എന്ന് പറയാൻ പറ്റത്തില്ല, 2.1 ഒരു ആംപ്ലിഫയർ ബോർഡാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇലക്ട്രോണിക്സിനെ പറ്റി യാതൊരു ഐഡിയയില്ലാത്ത ഏതൊരാൾക്കും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്യുന്നത് JLC CNC എന്ന് പറയുന്ന CNC മെഷീൻ സർവീസ് കമ്പനിയാണ്. അപ്പോൾ ഈ CNC എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചുരുക്കത്തിൽ എന്ന് പറഞ്ഞാലും CNC എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ എന്നാണ്. നമ്മൾ ഈ മെഷീന്റെ പാർട്സ് ഒക്കെ ലേത്തിലേക്ക് കൊടുത്ത് കട്ട് ചെയ്യും, ഡ്രിൽ ചെയ്യുകയും ബോറുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഈ ഒരു പ്രവൃത്തി നമ്മൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ അത്യാധുനിക മെഷീൻസ് ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനാണ് ഈ CNC കട്ടിംഗ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് മെറ്റലിലും അലൂമിനിയത്തിലും പ്ലാസ്റ്റിക്കിലും അതുകൊണ്ട് തന്നെ അക്രിലിക്കിലും ഒക്കെ നമുക്ക് ഈ ഒരു CNC കട്ടിംഗ് നമുക്ക് JLC CNC വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് പ്രോട്ടോടൈപ്പ് നിർമ്മിക്കുക അല്ലെങ്കിൽ നമുക്ക് ഒരു ബൾക്ക് ക്വാണ്ടിറ്റി പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കി എടുക്കണമെങ്കിലും ഈ JLC CNC വഴി നമുക്ക് സാധ്യമാണ്. ഇവരെല്ലാം കൃത്യതയോടെയും ഫിനിഷ് ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തരും. ഇപ്പോൾ നമുക്ക് കിട്ടാൻ പാടായിട്ടുള്ള മെക്കാനിക്കൽ പാർട്സ് അതുകൊണ്ട് എൻക്ലോഷറുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കസ്റ്റം ഫാബ്രിക്കേഷൻ പ്രോജക്റ്റ് ആയാലും നമുക്ക് ഇവരെ സമീപിക്കാവുന്നതാണ്. പിന്നെ ഇവരൊരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ $1 മുതൽ നമുക്ക് സാധനങ്ങളിനകത്ത് പർച്ചേസ് ചെയ്യാനും പറ്റും. മാത്രമല്ല ഇത് 3 ദിവസത്തിനുള്ളിൽ നമുക്ക് ഡെലിവറി ആവുകയും ചെയ്യും. പിന്നെ നിങ്ങളൊരു പുതിയ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് $123 ഒരു ഗിഫ്റ്റ് വൗച്ചറും ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈറ്റിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്, ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് ആദ്യം തന്നെ റേഡിയോയുടെ സ്ക്രൂ എല്ലാം റിമൂവ് ചെയ്തിട്ട് ഇത് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാം. ഞാനിത് നേരത്തെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ എൻ്റെ സ്ക്രൂ ഹോളുകളെല്ലാം വേട്ടാളിനെ കൂട് വെച്ചിട്ട് എൻ്റെ സ്ക്രൂ എല്ലാം ദ്രവിച്ച അവസ്ഥയിലുമായിരുന്നു. അങ്ങനെ ഈ റേഡിയോയുടെ ബോഡി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലത്തെ ബോഡിയിലാണ് എൻ്റെ പവർ യൂണിറ്റ് വരുന്നത്. ആ പവർ യൂണിറ്റ് പിന്നെ ഞാൻ ഊരിവിട്ടു. ഇതിൻ്റെ ഫ്രണ്ട് ബോഡിയിലാണ് ഇതിൻ്റെ ടേപ്പ് റെക്കോർഡറും അതുകൊണ്ട് തന്നെ റേഡിയോയുടെ യൂണിറ്റും സ്പീക്കേഴ്സും എല്ലാം വരുന്നത്. ഈ കൊടുത്തിരിക്കുന്ന പിൻ വഴിയാണ് ഇതിൻ്റെ സ്പീക്കേഴ്സിൻ്റെ കണക്ഷൻ അല്ലെങ്കിൽ ബോർഡിലോട്ട് വരുന്നത്. നമുക്ക് ഈ പിന്നെ ആദ്യം ഊരിവിടാം. ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഇതിൻ്റെ ടേപ്പ് റെക്കോർഡിൻ്റെ യൂണിറ്റ് വരുന്നത്. അത് നമുക്ക് ഊരിയെടുക്കാം. ഇനി ഈ റേഡിയോക്കകത്തുള്ള മെയിൻ ബോർഡ് നമുക്ക് ഊരിയെടുക്കാം. ഇതിനകത്താണ് ആംപ്ലിഫയറും അതുകൊണ്ട് റേഡിയോയുടെ യൂണിറ്റ് എല്ലാം വരുന്നത്. ഈ ഒരു ബോഡി ഞാൻ മാക്സിമം കേട് വരാതെയാണ് ഊരിയെടുക്കുന്നത്. അത് നമുക്ക് നാളെ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഈ ഒരു ബോഡി ഞാനതൊന്ന് സേഫായിട്ട് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊട്ടതായിട്ട് ഇതിൻ്റെ കൺട്രോളിംഗ് ബോർഡ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഊരിയെടുക്കാം. കൂടാതെ അതിനകത്ത് റെക്കോർഡിംഗ് മൈക്കും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് അന്നത്തെ കാലത്ത് ഒരു പുലിയായിരുന്നു തോന്നുന്നു. ഇനി ഇതിനകത്തുള്ള പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ പുറത്തുള്ള അഴുക്കൊക്കെ പോകാനായിട്ട് ഞാൻ ടർപ്പനാണ് യൂസ് ചെയ്തത്. ഒരുപാട് നാളത്തെ അഴുക്കും സ്ക്രാച്ചും ഒക്കെ ഈ ബോഡിയിലുണ്ടായിരുന്നു. മുഴുവനായിട്ടൊന്നും ക്ലീൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് ഏകദേശം ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. മുൻവശത്ത് സ്ക്രാച്ചുള്ള ഭാഗങ്ങളിൽ ഞാൻ സാൻഡ് പേപ്പറും യൂസ് ചെയ്തായിരുന്നു. ഇനി ഈ കൺട്രോളും സ്വിച്ചും മറ്റു കാര്യങ്ങളൊക്കെ വന്നിരുന്ന ഈ മുന്നിലത്തെ പോർഷൻ ഞാനത് നൂരിയെടുക്കുകയാണ്. ഇനി ഈ റേഡിയോ 2.1 ഒരു ആംപ്ലിഫയർ ആയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് AP55 എന്ന് പറഞ്ഞ ഈ ആംപ്ലിഫയർ ആണ്. ഇതിനകത്ത് USB അതുകൊണ്ട് മൈക്രോ SD കാർഡും AUX സപ്പോർട്ട് ചെയ്യും. ഈ ഒരു ആംപ്ലിഫയറിനെ കൺട്രോൾ ചെയ്യാൻ നമുക്കൊരു റിമോട്ടും ഇതിനോട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ ബോർഡ് മേടിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ഈ റേഡിയോയുടെ ഫ്രണ്ടിൽ നിന്ന് അഴിച്ചെടുത്ത് ഈ ഒരു പോർഷനിൽ നമുക്ക് ഈ ആംപ്ലിഫയർ വെച്ചിട്ട് അവിടെ ഒരു മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗം നമുക്ക് ചെറിയ കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത സമയത്ത് പ്ലാസ്റ്റിക് ഉരുകിയിരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആംപ്ലിഫയർ സ്ക്രൂ ഇട്ട് ഉറപ്പിക്കാനുള്ള ഭാഗത്ത് ഇതുകൊണ്ട് 2 ഹോളും ഇട്ടെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തിട്ട് നമ്മുടെ ആംപ്ലിഫയർ ബോർഡ് ഇറക്കി വെച്ചിട്ട് ചെറിയ നെറ്റും ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ല ഫിക്സ് ആയിട്ട് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസിൽ ഇരുന്നിട്ടുണ്ട്. ഇനി ഈ റേഡിയോയുടെ പുറകിലത്തെ അടപ്പോട് നമുക്ക് നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അകഭാഗം ഞാൻ ബ്രഷ് വെച്ചാണ് ക്ലീൻ ചെയ്തത്. പുറഭാഗം ഞാൻ ടർപ്പൻ ഉപയോഗിച്ച് നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റേഡിയോയിൽ നിന്ന് അഴിച്ചെടുത്ത് ആ പ്ലാസ്റ്റിക് പീസ് തിരിച്ച് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി അതിനകത്ത് ആംപ്ലിഫയർ ബോർഡ് സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. ഇനി അതിനകത്ത് കയറിയിരിക്കുന്ന ഈ 2 പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി നമുക്ക് പഴയ ഉണക്ക് നമ്മൾ ആംപ്ലിഫയർ ബോർഡ് സെറ്റ് ചെയ്ത പ്ലാസ്റ്റിക്കിൻ്റെ പോർഷൻ നമുക്ക് അതിനകത്ത് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അകത്തുനിന്ന് അതിന് 2 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഈ ഒരു റേഡിയോക്കകത്ത് 2 ടീറ്റർ ഉൾപ്പെടെ മൊത്തം 4 സ്പീക്കേഴ്സാണ് മൊത്തം വരുന്നത്. ഇതിൻ്റെ ഒരു സൈഡിലെ സ്പീക്കർ സെറ്റിനകത്ത് മൊത്തം 3 വയറാണ് നമുക്ക് ഔട്ട് വരുന്നത്. സ്പീക്കറിലേക്കുള്ള പോസിറ്റീവ് വയർ ഇതിനകത്ത് കോമൺ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. നെഗറ്റീവ് വയറാണ് സെപ്പറേറ്റ് വരുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ബ്ലാക്കിലും വൈറ്റിലും വരുന്ന നെഗറ്റീവ് കണക്ഷൻ നമുക്ക് ഒരുമിച്ചെടുക്കാം. ഇനി ഈ സ്പീക്കറിൻ്റെ സൈഡിലോട്ട് നമുക്കൊരു പിന്ന് കണക്ട് ചെയ്യാം. ഈ പിന്നൊക്കെ നമുക്ക് ആംപ്ലിഫയർ ബോർഡ് മേടിക്കുമ്പോൾ അവരോട് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ ജോയിൻ്റ് എടുത്ത ബ്ലാക്കും വൈറ്റും വരുന്ന നെഗറ്റീവ് വയർസ് നമുക്ക് ഈ ഒരു പിന്നിൻ്റെ ബ്ലാക്ക് വയറിലോട്ട് അതായത് നെഗറ്റീവ് വയറിലോട്ട് കണക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ സ്പീക്കറിൽ നിന്ന് പോസിറ്റീവ് വയർ നമുക്ക് പിന്നിൽ നിന്ന് വരുന്ന പോസിറ്റീവ് വയറിലോട്ടും കണക്ട് ചെയ്യാം. ഇനി ഇവ നമ്മൾ ഷോർട്ട് ആവാതിരിക്കാൻ നമുക്ക് ഇൻസുലേഷനോടെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് റൈറ്റ് സൈഡിൽ സ്പീക്കറിൻ്റെ വയറോടെ കണക്ട് ചെയ്യാം. ഇനി നമ്മൾ കണക്ട് ചെയ്തെടുത്ത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്നുള്ള 2 പിന്നുകൾ നമുക്ക് ഈ ആംപ്ലിഫയർ ബോർഡിലിട്ട് കൊടുക്കാം. വല സൈഡിൽ നിന്ന് വരുന്ന സ്പീക്കറിൻ്റെ വയറുകൾ നമുക്ക് വല സൈഡിലെ ആംപ്ലിഫയറിൻ്റെ സോക്കറ്റിലും അതുകൊണ്ട് തന്നെ ഇടത് സൈഡിൽ നിന്ന് വരുന്ന സ്പീക്കറിൻ്റെ വയറുകൾ നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഇടത് സൈഡിലെ സോക്കറ്റിലും കണക്ട് ചെയ്യാം. അങ്ങനെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സ്പീക്കർ നമ്മൾ കണക്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ പവർ കൊടുക്കാൻ ആവശ്യമുള്ള ഫീമെയിൽ സോക്കറ്റ് നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാം. ഞാൻ ഈ റേഡിയോയുടെ പുറകിലത്തെ ബോഡിയിലാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഓൾറെഡി കുറച്ച് ഹോളുകൾ ഉണ്ടായിരുന്നു ഇവിടെ. അതിനകത്തൊരു ഹോൾ വലുതാക്കിയാണ് ഈ ഒരു സോക്കറ്റ് ഫിറ്റ് ചെയ്തത്. ഇനി ഈ റേഡിയോയുടെ ആൻറ്റിന ഞാൻ ഇതിനകത്ത് റിമൂവ് ചെയ്തിട്ടില്ലായിരുന്നു. ഈ ആൻറ്റിനയുടെ അകത്തുനിന്ന് വരുന്ന പിന്നിൽ ആയതുകൊണ്ട് ഒരു വയർ കണക്ട് ചെയ്യുകയാണ്. ഈ ഒരു വയർ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി ഞാനിവിടെ സോൾഡർ റോഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ച ഫീമെയിൽ സോക്കറ്റിൽ നമുക്ക് 2 വയർ കണക്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ വയർ കണക്ട് ചെയ്യുമ്പോൾ ഇത് DC വോൾട്ട് ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പൊളാരിറ്റി നോക്കിയാണ് കണക്ട് ചെയ്യാനായിട്ട്. ഈ ഒരു ഫീമെയിൽ സോക്കറ്റിൽ ഇപ്പോൾ സോൾഡർ എടുത്ത വയറിൽ ഞാൻ നമുക്കൊരു പിന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പിന്നെല്ലാം നമുക്ക് ഈ ആംപ്ലിഫയർ ബോർഡിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ഇനി ഈ ആമ്പിൽ നിന്ന് വരുന്ന ആൻറ്റിന വയറും അതുകൊണ്ട് റേഡിയോയിൽ ഉണ്ടായിരുന്ന ആൻറ്റിന വയറും നമ്മൾ നമുക്ക് കണക്ട് ചെയ്യാം. ഇത് മറ്റെങ്കിലും പോയി ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി നമുക്കൊരു സ്ലീവ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഫീമെയിൽ സോക്കറ്റിൽ വരുന്ന പവറിൻ്റെ പിന്നോട് നമുക്ക് ആംപ്ലിഫയറിലോട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് ഇത് പഴയ ഉണക്കാൻ ഇതിൻ്റെ ബോഡി പാർട്സുകളെല്ലാം വെച്ചിട്ട് നമുക്ക് ഇത് അടച്ചു കൊടുക്കാം. ഇനി ഈ റേഡിയോയുടെ കാസറ്റ് ഇടുന്ന ഭാഗം എപ്പോഴും തുറന്നു വരുവാണ് അകത്തെ പാർട്സ് എല്ലാം പോയപ്പോൾ. അപ്പോൾ നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ച് അതും അടച്ചു കൊടുക്കാം.
അങ്ങനെ ഫൈനലി ഈ റേഡിയോ ഞാൻ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. A55 എന്ന് പറഞ്ഞൊരു ആംപ്ലിഫയർ ബോർഡ് വെച്ചാണ് ഇതിനെ സിമ്പിളായിട്ട് ഞാൻ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതൊരാൾക്കും ചെയ്യാം. ഇലക്ട്രോണിക്സിനെ പറ്റി യാതൊരു ഐഡിയയും വേണ്ടി ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുകൊണ്ട് പഴയ റേഡിയോ ഒക്കെ നിങ്ങൾ വീട്ടിൽ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് കൺവേർട്ട് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പവറായിട്ട് യൂസ് ചെയ്യുന്നത് ഈ 12 വോൾട്ട് 5 ആംപിയറിൻ്റെ ഈ അഡാപ്റ്ററാണ്. അത് നമുക്ക് ഈ ഒരു പുറയിൽ കുത്തി കൊടുക്കാം. നമ്മളിവിടെ ആണ് ഇതിൻ്റെ പിന്ന് സെറ്റ് ചെയ്തത്. എന്നിട്ട് നമുക്ക് ഈ അഡാപ്റ്ററിന് പവർ കൊടുക്കാം. പ്ലഗ് ഇൻ ചെയ്യുന്നു, സ്വിച്ച് ഓൺ ആക്കുന്നു. Bluetooth mode ഓൺ ആയിട്ടുണ്ട്. connected. ഓൾറെഡി എൻ്റെ ഫോണുമായിട്ട് പെയർ ആയിട്ടുണ്ടായിരുന്നു, അത് പെട്ടെന്ന് തന്നെ കണക്ട് ആയത്. അപ്പോൾ നമുക്ക് എന്തായാലും എന്തൊരു മ്യൂസിക് പ്ലേ ചെയ്യാം. നമുക്കിത് ഫുൾ വോളിയം കൂട്ടി നോക്കാം. നല്ലൊരു ബേസ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കറിൻ്റെ ആണെന്ന് അറിയത്തില്ല, നമുക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ടിന്. നമുക്ക് വേറൊരു പാട്ട് പ്ലേ നോക്കാമേ. നല്ല ബേസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ P55 എന്ന് പറഞ്ഞ ഈ ആംപ്ലിഫയർ ബോർഡ് മേടിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ എൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നമുക്ക് പഴയ റേഡിയോയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ എളുപ്പമുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് അതിലൊരു ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ബാറ്ററി ആഡ് ചെയ്തിട്ടില്ല, ബാറ്ററി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോർട്ടബിളായിട്ടും കൊണ്ടുനടക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.